റിസർവേഷൻ ടിക്കറ്റ് കിട്ടാത്ത കാരണം തലശ്ശേരിയിൽ നിന്നാട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പ്രൊജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കയറിയ ട്രെയിന് കോയമ്പത്തൂർ സ്റ്റോപ്പില്ലാത്തതുകൊണ്ട് പോത്തന്നൂർ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ പോത്തന്നൂർ സ്റ്റേഷനിൽ നിന്ന് ഒരു ഊബറും ബുക്ക് ചെയ്ത് നേരെ കോയമ്പത്തൂർ സ്റ്റേഷനിലെത്തി. അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ തന്നെ വെയിറ്റിംഗ് ഹാളുണ്ട്, അവിടെ ഞങ്ങൾ കണ്ടു. ഈ വെയിറ്റിംഗ് ഹാള് 1-2 ദിവസത്തേക്കൊക്കെ ദൂരയാത്ര ചെയ്യുന്നവർക്ക് എപ്പോഴും ഉപകാരപ്രദമാണ്. രാവിലത്തെ 90 ബസ്സിൽ കയറിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ടാ. പിന്നെ ഇതാണ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നേരത്തെ എത്തിയെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ഫസ്റ്റൊക്കെ കെട്ടപ്പോൾ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയപ്പോൾ അവരിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കമ്മസും അമ്മച്ചിയും. ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചഭക്ഷണം ഇവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ ക്യാൻറ്റീനിലെത്തിയപ്പോൾ ഭയങ്കര തിരക്ക്. ആ തിരക്കിൽ ഞങ്ങളും ഭക്ഷണം ഓർഡർ ചെയ്തിട്ടാണ്. ആദ്യം വരുന്ന സമയത്തൊന്നും അങ്ങനെ പാലുണ്ടായിട്ടില്ല. അതൊരു 3-4 വർഷം കൊണ്ട് ഉണ്ടായ മാറ്റാനായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്. ആ ആർട്ട് ഗാലറിയിൽ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ പുറമെ എന്നുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം എന്താണെന്നറിയാം. ഇതാണ് ആ സാധനം. റോഡ് ക്രോസ് ചെയ്യുന്ന കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണത്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കാൽനട യാത്രക്കാർ അതിലുള്ള പച്ചമട്ടം ഞെക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് അനൗൺസ്മെൻറ്റ് വരികയും സിഗ്നൽ തെളിയുകയും വാഹനങ്ങൾ അവിടെ നിർത്തി കൊടുക്കുകയും ചെയ്യും. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി
ഭക്ഷണമൊക്കെ കഴിച്ച് ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ എത്തി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.